ഹലോ എവ്രി വൺ, എൻ്റെ പേര് സോന. ലെറ്റ്സ് ഗെറ്റ് റെഡി വിത്ത് മീ. ആദ്യം തന്നെ ഞാനൊരു ടോണറാണ് ഉപയോഗിക്കുന്നത്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ പോർ മിനിമൈസിങ് വാട്ടർമെലൺ ടോണറാണ്. പിന്നെ ഞാൻ ഡെർമാക്കൻ്റെ സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. സൺസ്ക്രീൻ ഈസ് എ മസ്റ്റ്. ഐ സ്ക്രീം, യു സ്ക്രീം, വി ഓൾ സ്ക്രീം ഫോർ സൺസ്ക്രീൻ. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, ബ്ലെൻഡ് ചെയ്യുക. ഇതിന് വൈറ്റ് കാസ്റ്റ് ഇല്ല, സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സൺസ്ക്രീൻ. നെക്കിലിടണം. ഇപ്പോൾ ഞാൻ BB ക്രീമും CC ക്രീമും മിക്സ് ചെയ്തിട്ടിടാണ്. എനിക്ക് ഫൗണ്ടേഷൻസ് അലർജിയാണ്, സോ ഐ യൂഷ്വലി യൂസ് ദിസ് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉള്ളപ്പോൾ. നെക്കിൽ കുറച്ച് ഇടുന്നുള്ളൂ, സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫുള്ള് ഒഴുകിപ്പോവും. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ആൻഡ് മോർ ബ്ലെൻഡ്. ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് ഓരോന്ന് പറഞ്ഞ് ടീസ് ചെയ്യുന്നതാണ് കേട്ടോ ചിരിക്കുന്നത്. കണ്ണിൻ്റെ മുകളിലും ഇടണം. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഐ ഷാഡോ ഒക്കെ ഒരു ഈവൻ ആയിട്ടുള്ളൊരു സർഫസ് കിട്ടും. ഞാനിപ്പോൾ ഒരു വെറ്റായ ബ്ലെൻഡർ കൊണ്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ഒരു എയർ ബ്രഷ് ആ ഒരു ലുക്ക് കിട്ടും. ഇപ്പോൾ ഞാനൊരു ഭയങ്കര സട്ടിലായിട്ടുള്ള ഒരു ഐ ഷാഡോ ബേസ് എടുത്തിട്ട് ഐസിൽ മൊത്തം അപ്ലൈ ചെയ്യാണ്. ഐ സോക്കറ്റിലും എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ല ഡെഫിനിഷൻ കിട്ടാനും ഒരു പ്രിറ്റി കളർ ഉണ്ടാകാനായിട്ടും നല്ലതാണ്. ഇനി ഞാനൊരു ബ്രോൺസി ഓറഞ്ചിഷ് പിങ്കിഷ് കളറാണത്. അത് വെച്ചിട്ട് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്, ഒരു സ്മോക്കി പോലെ. താഴെ മുകളിലും അത് തന്നെ ചെയ്യും. കണ്ണിനൊരു ഡെഫിനേഷൻ കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ ഐബോൾസിൻ്റെ മുകളിൽ മാത്രം ഒരു ഷിമ്മറി ഷെയ്ഡ് ഇടുന്നുണ്ട്. അപ്പോൾ സൺലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഞാൻ ബ്രോബാണും ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ടൈറ്റ് ലൈൻ ചെയ്യാം. ടൈറ്റ് ലൈൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സ്പെഷ്യലി എൻ്റെ പോലെ കണ്ണുള്ള ആൾക്കാർക്ക് ടൈറ്റ് ലൈൻ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗി കിട്ടും കണ്ണിന്. താഴെ മുകളിലും നന്നായിട്ട് ടൈറ്റ് ലൈൻ ചെയ്യാം. മുകളിൽ ടൈറ്റ് ലൈൻ ചെയ്യാൻ മറക്കരുതേ. ഇനി മുകളിൽ തന്നെ കാജൽ വെച്ച് തന്നെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. പെർഫെക്റ്റ് ആവണമെന്നോ ഈവൻ ആയിട്ടിരിക്കണമെന്നൊന്നും നിർബന്ധമില്ല, ബിക്കോസ് നമ്മളത് നന്നായിട്ട് സ്മഡ്ജ് ചെയ്യും. ബഡ്സ് വെച്ചിട്ടോ ബ്രഷ് വെച്ചിട്ടോ സ്മഡ്ജ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അതേ ബ്രഷ് വെച്ചിട്ട് ഞാനത് ഒന്ന് ചെറുതായിട്ട് പുൾ ഔട്ട് ചെയ്ത് വിങ് ചെയ്യുന്നുണ്ട്. വാലിട്ട കണ്ണൊക്കെ കിട്ടാനായിട്ട് വാലിട്ട പോലെ എഴുതിയിട്ട് കാജൽ വെച്ച് വീണ്ടും ഒന്നും കൂടി ഡിഫൈൻ ചെയ്യാണ്. സ്മഡ്ജ് ചെയ്യുമ്പോഴേക്കും ആ ഒരു ഇൻറ്റൻസിറ്റി കുറയും കാജലിൻ്റെ. പിന്നെ ഐലൈനർ വെച്ചിട്ട് ഒന്നും കൂടി ആ ടെയിലൊന്ന് ഭംഗിയാക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് ആ വിങ് കിട്ടും. ഇപ്പോൾ മനസ്സിലായി നേരത്തെ എന്തിനാ സ്മോക്ക് ചെയ്തതെന്ന്. ഈസി ആയിട്ട് വിങ് ചെയ്യാൻ പറ്റും. ഇന്നർ കോർണറും കൂടി വരച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഷേപ്പ് നന്നായിട്ട് അറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ നാടൻ ലുക്കിനൊക്കെ വാലിട്ട് കണ്ണെഴുതുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. ഇനി നന്നായിട്ട് ഐബ്രോസ് ബ്രഷ് ചെയ്യാൻ ഞാൻ സ്പൂളിൽ തന്നെ ഉപയോഗിക്കുന്നത്. പിന്നെ ഗ്യാപ്പിലെടുത്തൊക്കെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക. ചെറിയ ജെൻറ്റിലായിട്ടുള്ള ലൈറ്റ് സ്ട്രോക്സ്, പ്രസ് ചെയ്തൊന്നും ചെയ്യേണ്ട. നാച്ചുറൽ ലുക്കിന് വളരെ പതുക്കെ ലൈറ്റ് സ്ട്രോക്സ് ചെയ്താൽ മതി. ഇനി ബ്ലഷ് ഈസ് മൈ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദ മേക്കപ്പ്. ചെറിയൊരു കളറ് മുഖത്തൊരു എന്താ പറയുക, നല്ല ഭംഗിയായിരിക്കും. ഇനി ഞാൻ ലിപ്പ് ലൈൻ ചെയ്യുന്നുണ്ട്. അതേ ലിപ്പ് ലൈനർ വെച്ച് തന്നെ ലിപ്പ് കളറ് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് ഇടുന്നുണ്ട്. പിന്നെ അറ്റത്തൊന്ന് ചുമ്മാ സ്മഡ്ജ് ചെയ്യാണ്, ഒരു സ്മൈലിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി. ഇനി ഐലാഷ് കളർ വെച്ച് കേൾ ചെയ്തു. ഇപ്പം ഞാൻ ചിരിക്കുന്ന വേറൊന്നുമല്ല, എൻ്റെ ഹസ്ബൻഡ് എന്നെ ഉണ്ടക്കണ്ണി എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു. പൊട്ടുകുത്തി. ഇപ്പം ലുക്ക് കംപ്ലീറ്റ് ആയില്ലേ. ദാറ്റ്സ് ഇറ്റ്. ഇനി മേക്കപ്പ് സ്പ്രേയിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഐ ആം ഓൾ റെഡി. ഈ ഡ്രസ്സ് എനിക്ക് എൻ്റെ ആൻറ്റി ഗിഫ്റ്റ് ചെയ്തതാണ്. നല്ല പ്രിറ്റി അല്ലേ. സാരി ആയിരുന്നു, ഇങ്ങനെ ധാവണി ആക്കിയതാണ്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.